ഹലോ, എല്ലാവരും എന്ത് പറയുന്നു? ഇന്നൊരു സൺഡേ ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഇന്നെന്ന് വെച്ചാൽ സൺഡേ അല്ലയോ, അപ്പോൾ കുറേ സമയം കിട്ടി. അപ്പോൾ ഒരു ചെറിയ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചു, ഗോതമ്പ് പൊടി വെച്ചിട്ട്. അപ്പം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഡിമാർട്ടിൽ പോയായിരുന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. അപ്പം ആ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു. അതിനകത്തോട്ട് ഒരു 4-5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. എന്നിട്ടൊരു 9, ഇത് ടീസ്പൂണിനേക്കാളും കുഞ്ഞു സ്പൂണാണ് കേട്ടോ പഞ്ചസാര എടുക്കുന്നത്. അപ്പോൾ ഒരു 8-9 സ്പൂൺ പഞ്ചസാര ഇട്ടു. എന്നിട്ട് 2 സ്പൂൺ തൈര് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തെടുത്തു കേട്ടോ. ഈ പഞ്ചസാരയൊക്കെ ശരിക്കും പറഞ്ഞാൽ പഞ്ചസാര പൊടിച്ചിട്ടിടുന്നാൽ നല്ലതായിരിക്കും, പെട്ടെന്ന് നമുക്ക് മിക്സായി കിട്ടും. അതിനകത്തോട്ട് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ടേ. എന്നിട്ട് അതെല്ലാം ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് ഇതിനകത്തോട്ട് ഒരു 1.5 സ്പൂൺ ചോക്കോ പൗഡർ ആഡ് ചെയ്ത്, എന്നിട്ട് അതും കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇതിനകത്ത് ഞാൻ പട്ടയുടെ പൊടിയും ചേർത്തായിരുന്നേ, അത് കാണിക്കാൻ പറ്റിയില്ല. എന്നിട്ട് ഇത് പാലും കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുത്തു കേട്ടോ. ആദ്യം ഇച്ചിരി പാൽ ഒഴിച്ചു, എന്നിട്ട് മിക്സ് ചെയ്തെടുത്തു. പിന്നെ കുറച്ചുകൂടി പാൽ ഒഴിക്കുന്നുണ്ട്. എന്നിട്ടൊരു ഇങ്ങനെ ഒത്തിരി വെള്ളമല്ല, ഒത്തിരി കുറുകിയല്ല, അങ്ങനത്തെ രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കണ്ട ഇങ്ങനൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കുഴച്ചെടുക്കണേ. ആ സമയം കൊണ്ട് അതിനകത്ത് നമുക്ക് ഇച്ചിരി ബദാം ഇട്ട് കൊടുക്കാമേ. ഞാനിങ്ങനെ ബദാം എളുപ്പത്തിന് വേണ്ടിയിട്ട് പൊട്ടിച്ചെടുക്കുന്ന കേട്ടോ. കുറച്ച് ബദാം ഞാൻ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബദാം ഞാൻ മാറ്റി വെച്ചു ലാസ്റ്റിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ആ സമയം കൊണ്ട് അവിടെ ആ പാത്രത്തിൽ ഇച്ചിരി ഉപ്പിട്ടിട്ട് ഒരു തട്ടം വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. ഞാനൊരു സ്റ്റീൽ പാത്രത്തിലാണ് കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് ചെറുതായിട്ട് എണ്ണയൊന്ന് തടവി കൊടുത്തിട്ടുണ്ട് പാത്രത്തിൽ. അതിനകത്തോട്ട് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തു. എന്നിട്ടൊന്ന് തട്ടി കൊടുക്കണേ, ബബിൾസ് ഒന്നും എല്ലാം പോകാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ചൂടാക്കി വെച്ചേക്കുന്ന പാത്രമാണ്. ഇത് അടച്ച് വെച്ചിട്ട് അവിടെ ഒരു ഹോളുണ്ടല്ലോ, ആ ഹോളിനകത്ത് എന്തെങ്കിലും ഒരു പേപ്പർ വല്ലതും വെച്ചിട്ടൊന്ന് അടച്ച് കൊടുക്കണേ. ഇങ്ങനത്തെ പാത്രം എടുക്കുന്നെങ്കിൽ, ഹോളില്ലാത്തതാണെങ്കിൽ പ്രശ്നമില്ല. ആ സമയം കൊണ്ട് നമുക്ക് ഡിമാർട്ടിൽ നിന്ന് എന്തൊക്കെ വാങ്ങിച്ചെന്ന് കാണാവേ. ഇതാദ്യം ഞാൻ വാങ്ങിച്ച് ഉപ്പും കുരുമുളകൊക്കെ നമുക്ക് ഇട്ട് വെക്കാൻ ടേബിളിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഹാൻഡ് വാഷൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാണ്. ഇതിന് 60 രൂപയായിരുന്നു, 59 രൂപയെ. നല്ലൊരു ഗ്ലാസിൻ്റെ ഒരു ബോട്ടിലാട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്താണ് നമ്മൾ സ്പൂണൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് വലിയ സ്പൂൺ ഇട്ട് വെക്കാം ഇതിനകത്ത്, ഒന്നിനകത്ത് കുഞ്ഞു സ്പൂണൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയെന്നാണ്. അതിനൊരു 79 രൂപയായിരുന്നു. ഇതൊരു ഗ്ലാസിൻ്റെ പാത്രമാണ്. ഇതിന് 149 രൂപയായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് ഓവൻ സേഫാ, ഫ്രിഡ്ജിലും ഒക്കെ വെക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു ബാസ്ക്കറ്റാണ്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ബാസ്ക്കറ്റ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊരു ഷേക്കും ജ്യൂസൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു മഗ്ഗാണ്.
ഇതിന് 79 രൂപയായിരുന്നു കേട്ടോ. ഇതാ ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച സാധനങ്ങളെല്ലാം കേട്ടോ. എങ്ങനെയുണ്ടെന്ന് പറയണേ. അപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു 20-25 മിനിറ്റ്സ് ഞാൻ വെച്ചായിരുന്നു കേക്ക്. അത് കഴിഞ്ഞപ്പം കുത്തി നോക്കി ആയോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പം ആയായിരുന്നു കേട്ടോ. അതിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് സിറപ്പ് ഉണ്ടാക്കാവേ. അതിന് വേണ്ടിയിട്ട് ഇച്ചിരി ബട്ടർ എടുത്തു. ബട്ടറിനകത്ത് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തേ. അതൊന്ന് അലിഞ്ഞു വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് ഇച്ചിരി കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് വെച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നര സ്പൂൺ കൊക്കോ പൗഡറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണേ. കരിഞ്ഞു പോവല്ല കേട്ടോ. കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് ഇതിനകത്തോട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് ഒരു 4-5 ടീസ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് പഞ്ചസാര അടിയിലിങ്ങനെ കട്ടിയായിട്ട് ഇരിപ്പുണ്ട്, അറിയാം, കുഴപ്പമില്ല. അത് തിളയ്ക്കുമ്പോൾ അങ്ങ് നന്നായിട്ട് മിക്സ് ആയിക്കോളുവേ. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കേക്കിനകത്തോട്ട്, റെഡി ആയിട്ടുള്ള കേക്കിനകത്തോട്ട് ഈ സിറപ്പ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. ആ ബട്ടറിൻ്റെയും ചോക്ലേറ്റിൻ്റെയും ഒക്കെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റാണ്. അങ്ങനെ കേക്ക് റെഡിയായി, ചായയും റെഡിയായി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ലൊരു സൂപ്പർ കേക്കാട്ടോ. ബൈ.